മാതാപിതാക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി, നിങ്ങളുടെ കൗമാരപ്രായക്കാരായ ആൺകുട്ടികളെ പറ്റിയും പെൺകുട്ടികളെ പറ്റിയും ഒട്ടേറെ ആശങ്കകളും പലപ്പോഴും ടെൻഷനുകളും ഉണ്ടാകും എന്ന് എനിക്ക് തീർച്ചയായും അറിയാം. പല മാതാപിതാക്കളും അത് പലപ്പോഴും പങ്കുവയ്ക്കാറും ഉണ്ട്. എന്നാൽ ഈ ആശങ്കകൾക്കൊക്കെ എന്താണ് പരിഹാരം, എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് ഒരു കുഴപ്പിക്കുന്ന സംഗതിയാണ്. നമുക്ക് പൊതുവായി അല്ലെങ്കിൽ കൂടുതലായി കാണപ്പെടുന്ന കുറച്ച് ആശങ്കകളും അവയുടെ അടിസ്ഥാനം എന്താണ്, അല്ലെങ്കിൽ അവയുടെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. ഏറ്റവും ആദ്യം തോന്നുന്ന ആശങ്ക ശാരീരിക വളർച്ചയെ പറ്റിയാണ്. അത് പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകാം. ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുമായി അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള കുട്ടികളുമായി, സമപ്രായക്കാരായ മറ്റു കുട്ടികളുമായി എൻ്റെ മകനോ മകളോ അവരുടെ വളർച്ചയെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ ഒപ്പം എത്തുന്നില്ല എന്നൊരു ചിന്ത പല മാതാപിതാക്കൾക്കും ഉണ്ടാകാം. അല്ലെങ്കിൽ അവരുടെ വളർച്ചാ രീതി മറ്റ് കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന ഒരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. നമ്മുടെ ആദ്യ ഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൗമാരപ്രായത്തിലെ വളർച്ച, ഹോർമോൺ ഉൽപാദനം ശരീരത്തിലുണ്ടാകുന്ന, അത് ഹോർമോൺ ഗ്രന്ഥികളിൽ നിന്ന് സ്രവിക്കുന്നതിൻ്റെ രീതി, ജനിതകമായ ഘടകങ്ങൾ, പോഷകാഹാരം, അവർ വളരുന്ന ചുറ്റുപാടുകൾ തുടങ്ങി ഒട്ടേറെ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് സാധാരണയാണ്. അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ വളരെ പ്രകടമായ ഒരു വ്യത്യാസം പൊക്കം വയ്ക്കുന്നതിൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാരം വെക്കുന്നതിൽ ഒരു മുതിർന്ന ആളെ പോലെ ആകുന്നതിൽ ഒരു പ്രകടമായ താമസമോ അല്ലെങ്കിൽ വ്യത്യാസമോ ഉണ്ടെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടത് ആവശ്യം തന്നെയാണ്. എന്നാൽ ചെറിയ മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ വളർച്ചാ രീതി ഇതിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയായിരിക്കും, ആ രീതിയിൽ തന്നെയായിരിക്കും കുട്ടികൾ വളരുന്നത്. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളെ നിങ്ങൾ പരിഗണിക്കേണ്ട, അതിനെപ്പറ്റി സങ്കടപ്പെടുകയും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ കൂടുതലായി ഒരു പ്രശ്നമുണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് കൗമാരപ്രായക്കാരിൽ ദ്വിതീയ ലൈംഗിക ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയത്തിലെ ഏറ്റക്കുറച്ചിലുകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ആർത്തവം തുടങ്ങുന്ന സമയം, അത് വളരെ നേരത്തെ ആണെങ്കിലും വളരെ വൈകിയാണെങ്കിലും മാതാപിതാക്കൾക്ക് ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം ആശങ്കകൾ തീർച്ചയായും ഒരു ഡോക്ടറിന്റെ സേവനം തേടേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിക്ക അവസരങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. എന്നാൽ പോഷകാഹാരക്കുറവ് കൊണ്ടോ മറ്റു രോഗങ്ങൾ ഉള്ളത് കൊണ്ടോ ചിലപ്പോൾ ജനിതകമായ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടോ ഇതിലുണ്ടാകുന്ന വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് തൻ്റെ കുട്ടി ശരിയായിട്ടാണോ വളരുന്നത്, അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങൾ ശരിയായ രീതിയിലാണോ പോകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ശാരീരിക വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മനോനിലയിൽ അവരുടെ വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന വ്യത്യാസം മാതാപിതാക്കളെ പലപ്പോഴും അലട്ടാറുണ്ട്. കൗമാര കാലഘട്ടം കുട്ടികൾ പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരമായി പലപ്പോഴും കണക്കാക്കാറുണ്ട്. സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും, ആ തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പലപ്പോഴും നമ്മൾ അവരെ സഹായിക്കേണ്ടിയും വരും. മുതിർന്ന ആൾക്കാരായ നമ്മൾ അവരെ സഹായിക്കേണ്ടിയും വരും. അപ്പോൾ അത്തരം വൈകാരികമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടം കൂടിയാണ് കൗമാരം. കൗമാരത്തിൽ പലപ്പോഴും കുട്ടികൾ മാതാപിതാക്കളോട് എതിർത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതൽ ഉള്ള സമയമാണ്. മാറിയിരിക്കാൻ, ഒറ്റയ്ക്കിരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ, ചിന്തിക്കാനൊക്കെ തുടങ്ങുന്ന സമയമാണ്. മാതാപിതാക്കളെ ഇത് പലപ്പോഴും വിഷമിപ്പിക്കാറുണ്ട്, അവരെ ആശങ്കപ്പെടുത്താറുണ്ട്. കാര്യങ്ങൾ തുറന്ന് പറയാതിരിക്കുന്ന അവസ്ഥ, സ്കൂളിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർണ്ണമായി പറയാതെ മാതാപിതാക്കളോട് പങ്കുവയ്ക്കാതെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. ഇതും അവരുടെ ഹോർമോൺ വ്യത്യാസങ്ങളുടെ ഭാഗമായി അവരുടെ തലച്ചോറിന്റെ വളർച്ചയുടെ, അവരുടെ സ്വത്വത്തെ അന്വേഷിക്കുന്ന, അവരുടെ ഐഡന്റിറ്റിയെ തേടി പോകുന്ന കാലഘട്ടമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അത്തരം അവസ്ഥകളുടെ ഭാഗമായി ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിനെ ഒരു സ്വാഭാവികമായ സംഗതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം കുട്ടികളോട് സംസാരിക്കാനും അവർക്ക് സ്വതന്ത്രമായി നമ്മളോട് സംസാരിക്കാനുള്ള ഒരു ഇടം നമ്മുടെ വീടുകൾ ഒരുക്കുകയും ചെയ്യണം. അത്തരത്തിലുള്ള ഒരു ആശയവിനിമയത്തിലൂടെ മാത്രമേ ഈ ഒരു അകലം അല്ലെങ്കിൽ കുട്ടികളുമായുള്ള ഒരു താൽക്കാലികമായുള്ള അകൽച്ച നമുക്ക് പരിഹരിക്കാനായി സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ നമുക്ക് ഒരു വീടുകൾ സ്വതന്ത്രമായി അവർക്ക് ആശയങ്ങൾ പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഇടങ്ങളായി നമ്മൾ മാറ്റുമ്പോൾ ഈ ആശങ്കയ്ക്കും ഒരു പരിഹാരം ആകും. വൈകാരികമായ പൊട്ടിത്തെറികൾക്ക് ശ്രമിക്കാതെ അവരെ തിരിച്ചറിഞ്ഞ്, അവരെ മനസ്സിലാക്കി, അവരെ കൂടെ ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾക്ക്, അവരുടെ വൈകാരികമായ പ്രതികരണങ്ങൾക്ക് പരിഹാരം കാണാനായി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നീടുള്ള ഒരു പ്രധാന ആശങ്കയാണ് സമപ്രായക്കാരുള്ള അമിതമായ
കൂട്ടുകെട്ടുകൾ, അവരെ വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന രീതികൾ, അല്ലെ സമപ്രായക്കാരുടെ സമ്മർദ്ദം, അവരുമായുള്ള സൗഹൃദങ്ങൾ, ഇതെല്ലാം പലപ്പോഴും മാതാപിതാക്കളെ ആശങ്കപ്പെടുത്താറുണ്ട്. ശരിയായ ഒരു കൂട്ടുകെട്ടിലേക്കാണോ എൻ്റെ കുട്ടി പോകുന്നത്? അവൻ അല്ലെങ്കിൽ അവൾ സുഹൃത്തുക്കളുമായിട്ടാണ് കൂടുതൽ സമയം ചെലവിടുന്നത്. നേരിട്ടും ഫോണിലും അവർ ഒരുപാട് കൂട്ടുകാരുമായി സംസാരിക്കുന്നു. മാതാപിതാക്കൾ പറയുന്ന കാര്യത്തിൽ ഉപരിയായ സുഹൃത്തുക്കളുടെ ഉപദേശങ്ങൾക്ക് എൻ്റെ കുട്ടി ചെവി കൊടുക്കുന്നു. ഇതും ഒരു സ്വാഭാവികമായ കൗമാര കാലഘട്ട പ്രത്യേകതയാണ്. അവർ കൗമാര കാലഘട്ടത്തിൽ തീർച്ചയായും അവരുടെ സമപ്രായക്കാരുടെ വാക്കുകൾക്കായിരിക്കും ശ്രദ്ധ കൊടുക്കുന്നത്. അതിനായിരിക്കും അവർ കൂടുതൽ വില നൽകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശരിയായ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിന് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കൂട്ടുകെട്ടുകളുടെ പ്രാധാന്യം, അല്ലെങ്കിൽ സൗഹൃദങ്ങൾ നമ്മുടെ സാമൂഹികമായ ഉയർച്ചയ്ക്ക്, സാമൂഹികമായ ബന്ധങ്ങൾ, നമ്മുടെ വികാരങ്ങളെ ചിട്ടപ്പെടുത്തുന്നതിലും അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണങ്ങളെ, നമ്മുടെ സ്വഭാവത്തെ ചിട്ടപ്പെടുത്തുന്നതിൽ ഉള്ള പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി ശരിയായ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കാനായി അവരെ നമ്മൾ സഹായിക്കണം. അത്തരത്തിൽ സമപ്രായക്കാരുമായുള്ള ബന്ധങ്ങളെ നമ്മുടെ വരുതിയിൽ നിർത്താൻ കഴിയുകയും അതുപോലെ അവരെ ശരിയായ കൂട്ടുകെട്ടുകളിലേക്ക് എത്തുന്ന ഒരു വഴി നമുക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. സ്പോർട്സ് ആക്ടിവിറ്റി പോലെയുള്ള സംഗതികൾ, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, അത് നല്ല ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അത് തിരഞ്ഞെടുക്കാനായി നമ്മുടെ കുട്ടികളെ സഹായിക്കുകയും ചെയ്യണം. അടുത്ത ഒരു പ്രധാന മേഖലയാണ് സ്കൂളുകളിലെ പ്രകടനം. പ്രത്യേകിച്ചും നമ്മൾ എപ്പോഴും മാർക്കുകളെ അടിസ്ഥാനമാക്കി കുട്ടികളെ വിലയിരുത്താനുള്ള ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവരെ താരതമ്യം ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യുക. അതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അവരെ ശകാരിക്കുകയും അല്ലെങ്കിൽ അവരെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ കൗമാരപ്രായക്കാരെ കടുത്ത സമ്മർദ്ദത്തിലേക്കും മാനസിക വിഷമത്തിലേക്കും ഒക്കെ തള്ളിവിടാറുണ്ട്. അപ്പോൾ അക്കാഡമിക് പ്രകടനം മാത്രമല്ല, സ്കൂളിലെ മാർക്കുകൾ മാത്രമല്ല, മറ്റ് മേഖലകളിലുള്ള കഴിവുകൾ കൂടി കണക്കിലെടുത്ത് വേണം അവരെ വിലയിരുത്താൻ. താരതമ്യങ്ങൾ ഒഴിവാക്കി തൻ്റെ കുട്ടിയുടെ കഴിവിന്റെ പരമാവധിയിലേക്ക് എത്താനായി അവരെ സഹായിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓരോ കുട്ടികളുടെയും പഠന രീതികളും അവർ പഠിക്കുന്ന നിലവാരവും ഒക്കെ അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ പരമാവധി നമ്മുടെ പിന്തുണ, മാനസികമായ പിന്തുണ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സഹായം ഒക്കെ നൽകി അവരെ പരമാവധി അവരുടെ പ്രകടനത്തിലേക്ക് എത്താൻ സഹായിക്കുക. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലുമുള്ള മികവുകൾ നമ്മൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുക. അവർക്ക് അക്കാഡമിക് പ്രകടനത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഒരു സഹായം, കൗൺസിലിംഗ് പോലെയുള്ള സഹായങ്ങൾ തേടാൻ ഒരു കാരണവശാലും മടിക്കരുത്. പ്രണയം പോലെയുള്ള വികാരങ്ങൾ തുടങ്ങുന്ന കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. അതുപോലെ കൗമാരപ്രായക്കാരെ കുട്ടികൾ ലൈംഗികതയെപ്പറ്റി കൂടുതൽ സംസാരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ബന്ധങ്ങളെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഇത് മാതാപിതാക്കളെ ആശങ്കപ്പെടുത്താറുണ്ട്. എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും? തൻ്റെ മകനോ മകളോ ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോയാൽ അതിൻ്റെ പ്രശ്നത്തിലേക്ക് ചെന്നപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ള തോന്നലുകൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ, ഇത്തരം തോന്നലുകൾ ഒരു ശരിയായ കാര്യമാണോ എന്നുള്ള ആശങ്കകളൊക്കെ പലപ്പോഴും മാതാപിതാക്കൾ പങ്കുവയ്ക്കാറുണ്ട്. പ്രണയം തോന്നുക, അല്ലെങ്കിൽ പ്രണയവികാരങ്ങൾ ഉണ്ടാകുക, ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകുക, ഇതൊക്കെ തന്നെ കൗമാരപ്രായമായിട്ട് ബന്ധപ്പെട്ട് സാധാരണമായ ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇത് ഒരു പ്രശ്നത്തിൽ ചെന്നപ്പെടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ തോന്നലുകളെ അടിസ്ഥാനമാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തീർച്ചയായും നമ്മൾ അവരെ പഠിപ്പിക്കണം. അത് അവർ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായി എടുക്കാനും അതോടൊപ്പം തന്നെ അവരുടെ തോന്നലുകളെ അവർക്ക് മനസ്സിലാക്കി അത് ശരിയോ തെറ്റോ എന്ന് വേർതിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അവരെ സഹായിക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ വൈകാരിക പ്രതികരണങ്ങൾ ഒഴിവാക്കി തുറന്ന സംസാരം പ്രോത്സാഹിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു പരിഹാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ശരിയായ തീരുമാനത്തിലേക്ക് എത്തുക എന്നൊരു നയമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ സ്കൂളിലും വീടുകളിലും ലൈംഗിക വിദ്യാഭ്യാസം, അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെയുള്ള ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ അനിവാര്യതയും ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തൊക്കെയാണ് തൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തെല്ലാം മാനസികമായ മാറ്റങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്ന് ഓരോ കൗമാരക്കാരനും കൗമാരക്കാരിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. മാതാപിതാക്കളും ഇതിനെപ്പറ്റി ബോധ്യമുള്ളവരായിരിക്കണം. ഇത് മെച്ചമായ ജീവിത രീതികളിലേക്ക്, തീരുമാനങ്ങളിലേക്ക് അവരെ നയിക്കും. ഈ കാലഘട്ടത്തിന്റെ തന്നെ ഒരു പ്രശ്നമായ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു ആശങ്കയായ കാര്യത്തെ പറ്റിയാണ് അടുത്തത് സംസാരിക്കാൻ പോകുന്നത്. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം. പ്രത്യേകിച്ച് കൗമാരക്കാരിൽ, യൗവനപ്രായത്തിലെത്തിയവരിൽ, പ്രായഭേദമന്യേ എല്ലാവരിലും തന്നെ കാണപ്പെടുന്ന, ഈ സമൂഹത്തിന് തന്നെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം. അത് നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ സമൂഹത്തിലും വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണത നാം ഈയിടെയായി കാണുന്നുണ്ട്.
നമ്മുടെ കൗമാരക്കാരനോ നിങ്ങളിൽ ഓരോരുത്തരുടെയും മക്കൾ ഇത്തരം ദുശീലങ്ങളിലേക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള തോന്നലുകൾ എല്ലാ മാതാപിതാക്കൾക്കും സ്വാഭാവികമാണ്. അവരുടെ കൂട്ടുകെട്ടുകൾ ശരിയാണോ, അവർ ചെല്ലുന്ന ഇടങ്ങൾ സുരക്ഷിതമാണോ, സ്കൂളുകൾ സുരക്ഷിതമാണോ, യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ സുരക്ഷിതമാണോ, അവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാൻ അവരെ വലയിൽ വീഴ്ത്താനുള്ള കണ്ണികൾ പതുങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളാണോ അവർ പോകുന്ന ഇടങ്ങൾ എന്നുള്ള തോന്നലുകൾ എല്ലാവരിലേക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ചെയ്യേണ്ടത് ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങളെപ്പറ്റി നമ്മുടെ കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. ലഹരി വസ്തുക്കളുടെ ശാരീരികമായ ദോഷഫലങ്ങൾ, അത് തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെ എങ്ങനെ ബാധിക്കുന്നു, അതിൻ്റെ നിയമപരമായി നമ്മൾ ഏതൊക്കെ കുരുക്കുകൾ ചെന്ന് എത്താൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക. അത് ചെറിയ പ്രായം തൊട്ടേ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഏതെല്ലാം ചതിക്കുഴികൾ അവരെ കാത്തിരിക്കുന്നുണ്ട് അവർ മനസ്സിലാക്കുക, അവരെ ബോധ്യപ്പെടുത്തുക. അതുപോലെ തന്നെ എങ്ങനെ ഇത്തരം ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാം, എങ്ങനെ നോ പറയാം, അരുത് അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത് എങ്ങനെ കൃത്യമായി പറയാം എന്നുള്ളതും കുട്ടികളെ പഠിപ്പിക്കുക, നമ്മുടെ കൗമാരക്കാരെ പഠിപ്പിക്കുക. ഇത് ഏറെക്കുറെ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ തീർച്ചയായും രക്ഷിക്കും. അതുപോലെ ശ്രദ്ധയോടുള്ള നമ്മുടെ മേൽനോട്ടം, മാതാപിതാക്കളുടെ ശ്രദ്ധയോടുള്ള ഒരു മേൽനോട്ടം വളരെ അനിവാര്യമാണ്. അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ അവരുടെ വിശ്വാസം, കുട്ടികളുടെ വിശ്വാസം നേടിയെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതിലെല്ലാം ഉപരിയായി നമ്മൾ തന്നെ മാതൃകകളായിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിലും അതുപോലെ മറ്റിടങ്ങളിലും മുതിർന്നവർ ഓരോരുത്തരും കുട്ടികൾക്ക് മാതൃകയായിരിക്കാനുള്ള ശ്രദ്ധാപൂർവമുള്ള ശ്രമം ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നിയാൽ അത് തിരിച്ചറിയാൻ, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് ആവശ്യമായ സഹായം, വൈദ്യസഹായമായാലും കൗൺസിലിംഗ് സഹായമായാലും മാനസികമായ പിന്തുണയായാലും നൽകി അവരെ ഒറ്റപ്പെടുത്താതെ ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴികൾ എത്രയും നേരത്തെ തേടേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖല, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു മേഖലയാണ് മാനസികവും വൈകാരികവുമായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ. നമ്മുടെ ആദ്യത്തെ ഘട്ടങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ മാനസികവും വൈകാരികവുമായ ഒട്ടേറെ മാറ്റങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. പലപ്പോഴും കുട്ടികൾ പെട്ടെന്ന് ഒരു ദുഃഖാവസ്ഥയിലേക്ക്, വിഷാദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് അവർക്ക് ഉത്കണ്ഠകൾ, പരീക്ഷയെ പറ്റിയുള്ള പേടികൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെപ്പറ്റി മറ്റു കാര്യങ്ങളെപ്പറ്റിയൊക്കെ അവർക്ക് ഉത്കണ്ഠകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഇത് സ്വന്തമായി അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായെന്നും ഇരിക്കാം. ഇത് ആത്മഹത്യയിലേക്കോ വീട് വിട്ട് പോകുന്നതിലേക്കോ മറ്റ് കുഴപ്പങ്ങളിലേക്കോ അവരെ കൊണ്ടെത്തിക്കാനും സാധ്യതയുണ്ട്. ഇത് തിരിച്ചറിയേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. കുട്ടികളോട് വ്യക്തമായ ആശയവിനിമയം, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ ആശങ്കകൾ മനസ്സിലാക്കി അതിനെ ദൂരീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അവരോട് കാര്യങ്ങൾ അറിഞ്ഞ് അവർക്ക് അതിനുള്ള പരിഹാരം, പലപ്പോഴും ശകാരിക്കുക എന്നുള്ളൊരു രീതി മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അത് പാടില്ല. അവരെ മനസ്സിലാക്കി അവർക്ക് പരിഹാരം നിർദ്ദേശിച്ച് അവരെ നേരായ രീതിയിലേക്ക് കൊണ്ടുവരാനായി നമുക്ക് സാധിക്കണം. ഇത് അവരുടെ കൂടുതൽ ആശങ്കകൾക്കും ഒരു പരിഹാരം ആയിരിക്കും. അതുപോലെ ഇത്തരം മാറ്റങ്ങൾ തിരിച്ചറിയാനും മാതാപിതാക്കൾക്ക് ആകണം. സാധാരണ രീതിയിൽ നിന്ന് അവർ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ മുറിയടച്ച് കൂടുതൽ സമയം ചെലവഴിക്കുന്നു, കൂടുതൽ സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അവർ ചിലവഴിക്കുന്നു തുടങ്ങിയ അവരുടെ വ്യത്യാസങ്ങൾ കാണും. അവർ കൂട്ടുകെട്ടുകൾ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അവർ വീട്ടിൽ മടങ്ങി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്തിൽ മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം വ്യത്യാസങ്ങൾ തിരിച്ചറിയാം. അവരുടെ സംസാര രീതിയിൽ, അവരുടെ വസ്ത്രധാരണത്തിൽ, അവർ ഉറങ്ങുന്ന സമയത്തിൽ ഒക്കെയുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്ക് നേരത്തെ തന്നെ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇടപെടാനായി സാധിക്കണം. അതുപോലെ ചിലർ ലഹരി ഉപയോഗിക്കുന്ന പോലെയുള്ള കുട്ടികൾ പെട്ടെന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള പ്രവണത, പെട്ടെന്ന് വൈകാരികമായ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ വഴക്കുകളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതും കണ്ടെത്തി തിരിച്ചറിഞ്ഞ് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. കൗമാരക്കാരിലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ കൗമാരക്കാരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ കൃത്യമായി മാതാപിതാക്കൾ തിരിച്ചറിയുന്നതിലൂടെയും അത് മനസ്സിലാക്കി അവരെ സമീപിക്കുന്നതിലൂടെയുമാണ് ശരിയായ രക്ഷാകർതൃത്വത്തിൻ്റെ ആരംഭം. അത്തരത്തിലുള്ള ശരിയായ രീതികൾ അവലംബിക്കാൻ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. എല്ലാവർക്കും അവരുടെ കൗമാര കാലഘട്ടം എന്ന ആശങ്കപ്പെടുത്തുന്ന കാലഘട്ടത്തെ അതിജീവിക്കാൻ സഹായിക്കേണ്ടത്, അവരെ പിന്തുണയ്ക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്, ഉത്തരവാദിത്വമാണ്. അതിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.